സോ നമ്മുടെ ഫ്രീ ട്രേഡിംഗ് കോഴ്സിന്റെ നാലാമത്തെ പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടാണ്. അതായത് നാലാമത്തെ പാർട്ടിന്റെ ബി പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോറിൻ കറൻസീസിനെ കുറിച്ച്, അതായത് ഫോറക്സിലുള്ള കറൻസി പെയേഴ്സിനെ, മേജർ കറൻസി, അതേപോലെ തന്നെ മൈനർ കറൻസി, എക്സോട്ടിക് കറൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നല്ലോ. സോ അതേപോലെ തന്നെ ക്രിപ്റ്റോന്റെ സെക്ടറിൽ മേജർ ക്രിപ്റ്റോ കോയിൻ, അതേപോലെ തന്നെ മൈനർ ക്രിപ്റ്റോ കോയിൻ, അതേപോലെ തന്നെ എക്സോട്ടിക് ക്രിപ്റ്റോ കോയിൻ, ഇങ്ങനത്തെ 3 സെക്ടേഴ്സ് ഉണ്ട്. സോ ഈ 3 സെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് അടിച്ചോ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് തന്നെ ക്രിപ്റ്റോ സെക്ടർ ഒരു ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആരും നിയന്ത്രിക്കാനില്ല. മാർക്കറ്റ് 24/7 ആണ്. മാർക്കറ്റ് നിൽക്കുന്നേ ഇല്ല. 24/7 ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ക്രിപ്റ്റോ മാർക്കറ്റ്. സോ അതിൽ ഏറ്റവും കൂടിയ വോളിയം ഉള്ള സെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? മേജർ ക്രിപ്റ്റോ കോയിൻ എന്നുള്ളത്. സോ അതിന്റെ താഴെ കുറച്ച് വോളിയം കുറവാണ്. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോ, അതായത് മാർക്കറ്റ് ക്യാപ്പ്, അതായത് ടോട്ടൽ ആ കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ്, അതായത് ടോട്ടൽ കോയിൻ എത്ര വോത്താണ്, അതായത് എത്ര വോത്തിനുണ്ട് മാർക്കറ്റ്. സോ അതൊക്കെ നോക്കുമ്പോൾ കുറച്ച് കുറവാണ് മൈനർ ക്രിപ്റ്റോ കോയിനിൽ. പിന്നെ എക്സോട്ടിക് ക്രിപ്റ്റോ കോയിൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാ? മീം കോയിൻസ് ആണ്. അതായത് വെറുതെ ഇറക്കിയ മീം കോയിൻസ്, കളിയാക്കി ഇറക്കിയുള്ള മീം കോയിൻസ് ഒക്കെയാണ്. സോ ഉദാഹരണത്തിന് മീം കോയിൻസിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ പെപ്പെ, അതേപോലെ തന്നെ ബോജ്, അങ്ങനത്തെ കുറേ കോയിൻസ് ഉണ്ട്. ഇഷ്ടം പോലെ മീം കോയിൻസ് ഉണ്ട്. ഇപ്പോൾ അടുത്ത ട്രംപ് കോയിൻ, മെലാനി കോയിൻ, അങ്ങനെ കുറേ കോയിൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ വഴി മാറണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ മേജർ ക്രിപ്റ്റോ കോയിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ നമ്മളൊന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മേജർ ക്രിപ്റ്റോ കോയിനിൽ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് BTC/USD, ഒന്ന് ETH/USD, അതായത് ബിറ്റ് കോയിനും എതേറിയും. ഇത് രണ്ടുമാണ് മേജർ, ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത്, ഏറ്റവും കൂടുതൽ വോളിയം തരുന്ന രണ്ട് കോയിൻസ് ആണ്. ഇതിൽ നമുക്ക് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വോളിയം ആണ് ഇതിലുള്ളത്. ബിറ്റ് കോയിനിലൊക്കെ ഒരു ദിവസം ഏകദേശം 400 ബില്യണോ 500 ബില്യണൊക്കെയാണ് ബിറ്റ് കോയിനിൽ ഒരു ദിവസം. അത് 24/24 വോളിയം എന്ന് പറയുന്നത്. വോളിയം 400 ബില്യൺ 500 ബില്യൺ ഒക്കെയാണ്. ബിറ്റ് കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 2 ട്രില്യന്റെ മേലെയാണ്. ഓക്കെ, 2 ട്രില്യന്റെ മേലെയാണ് മാർക്കറ്റ് ക്യാപ്പ് ബിറ്റ് കോയിന്റെ ഒക്കെ. ഏറ്റവും വലിയ കോയിനാണ് ബിറ്റ് കോയിൻ. ക്രിപ്റ്റോ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ ക്രിപ്റ്റോ കറൻസിയാണ് ഇത് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ആണ് വരുന്നത് ETH/USD. ETH/USD ഏകദേശം 94 ബില്യൺ 50 ബില്യൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത് 24 hours വോളിയം വരുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ബില്യൺ കണക്കിനാണ് വരുന്നത്. ഏകദേശം 200-300 ബില്യൺ അത്രയേ ഉള്ളൂ. കുറവാണ് BTCനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. BTC എന്ന് പറയുന്നത് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം 90 സംതിങ് ഡോളേഴ്സ്, ഏകദേശം 10-70 ലക്ഷം ഉറുപ്പ്യോളം വരുന്നുണ്ട്. ബട്ട് ETH എതേറിയം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം $2000-3000 ഉള്ളൂ. ഓക്കെ, അതായത് നമ്മൾ 2-3 ലക്ഷം ഉറുപ്പ്യേ ഉള്ളൂ, $2000-3000 ആ സംതിങ്ങേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഡിഫറൻസ്. ബട്ട് രണ്ടും ട്രേഡബിൾ ആണ്. ഓക്കെ, നല്ലപോലെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ക്രിപ്റ്റോയിൽ എല്ലാ ചാർട്ടും സ്റ്റേബിൾ ആയിരിക്കും. മാനിപ്പുലേഷൻ കുറവാണ്, സ്റ്റേബിൾ ആയിരിക്കും ചാർട്ടുകളൊക്കെ. ഓക്കെ, സോ മേജർ സെക്ടറിലുള്ള കോയിൻസ് നമുക്ക് ഹൈ വോളിയത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റും വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിൽ നമുക്ക് വർക്കിംഗ് ആണെങ്കിലും വോളിയം കുറവായിരിക്കും. ഓക്കെ, കാരണം ഹോളിഡേയ്സ് അല്ലേ, അപ്പോൾ അതിൽ വോളിയം കുറവായിരിക്കും. എന്നാലും ഉണ്ടാവും ചില നേരത്ത്. വൈകുന്നേരം സെക്ഷനിലൊക്കെ ചിലപ്പോൾ വോളിയം വന്നു വരും. ഓക്കെ, എന്നാലും നമുക്ക് ട്രേഡബിൾ ആണ്. ഓക്കെ, സോ നമ്മുടെ അടുത്ത സെക്ടർ എന്ന് പറയുന്നത് മൈനർ ക്രിപ്റ്റോ കോയിൻ ആണ്. ഓക്കെ, മൈനർ ക്രിപ്റ്റോ കോയിനിൽ നമ്മൾ 3 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. LTC/USD, DOGE/USD, XRP. LTC എന്ന് പറയുന്നത് ലൈറ്റ് കോയിൻ ആണ്, ഡോജ് എന്ന് പറയുന്നത് ഡോജ് കോയിൻ ആണ്, XRP എന്ന് പറയുന്നത് റിപ്പിൾ ആണ്. ഓക്കെ, ഇത് 3 കോയിനാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ LTCയിൽ അതേപോലെ തന്നെ ഡോജിലും XRPയിലും ഒരു മിതമായ നിരക്കിലാണ്
വോളിയം ഉള്ളത്. ഓക്കെ, കുറച്ച് വോളിയം ഉള്ളൂ. അതായത് ഏകദേശം കുറച്ച് മില്യൺസ് ഉണ്ടാവുള്ളൂ വോളിയം. ഓക്കെ, ഡോജ് കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ളത്. ഡോജ് കോയിൻ ഏകദേശം 90 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് അങ്ങാണ്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡോജ് കോയിൻ എന്ന് പറയുന്നത് ഒരു മീം കോയിൻ ആണ്. ഓക്കെ, ഡോജ് എന്ന് പറയുന്നത് ഒരു മീം കോയിൻ ആണ്. പണ്ട് 2021 എലോൺ മസ്ക് ഈ കോയിൻ വാങ്ങി ഒരു ബുള്ളിഷും ഡംപും, അതായത് വാങ്ങി വിൽക്കുക എന്ന് പറയില്ലേ, ഒന്നാട് കയറ്റി അതേപോലെ തന്നെ ഡംപ് ചെയ്ത് കളഞ്ഞ കോയിനാണ്. ബട്ട് അത് സ്റ്റേബിളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഡോജും മെല്ലെ മെല്ലെ സ്റ്റേബിളായി വരുന്നുണ്ട്. അതേപോലെ തന്നെ മൂപ്പർ ഇപ്പോഴും ഒരു കോയിൻ പിടിച്ചിട്ടുണ്ട്, കിക്കാസിം മാക്സിമസ് എന്ന് പറഞ്ഞിട്ടൊരു കോയിൻ. ഓക്കെ, സോ ആ കോയിനും ഏകദേശം ഡംപ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. നമുക്ക് വഴി മാറണ്ട. LTC USDയിലും ഡോജ് കോയിലും XRPയിലും മിതമായ വോളിയം ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ബട്ട് BTCന്റെയും അത്രയും വോളിയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനോ അല്ലെങ്കിൽ SL അടിക്കാനോ ടൈം പിടിക്കും. ഓക്കെ, മെല്ലെ 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 സഞ്ചരിക്കുന്ന കോയിൻസ് ആണ് LTCയും ഡോജ് കോയിനൊക്കെ. ഓക്കെ, ഈ റിപ്പിളൊക്കെ എന്ന് പറയുന്ന കോയിൻസ്. സോ മൈനർ ക്രിപ്റ്റോ കോയിനിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, ബട്ട് വോളിയം കുറവാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത സെക്ടറിലേക്ക് പോവാം. അടുത്ത സെക്ടറാണ് എക്സോട്ടിക് ക്രിപ്റ്റോ കോയിൻ. ഓക്കെ, എക്സോട്ടിക് ക്രിപ്റ്റോ കോയിനിൽ 3 ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് നെക്സ, പെപ്പെ, മീം കോയിൻസ്. ഓക്കെ, നെക്സ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കോയിനാണ്. ഓക്കെ, പെപ്പെ എന്ന് പറയുന്നത് ഒരു മീം കോയിനാണ്. ഇതിന്റെയൊക്കെ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.00000 എന്ന് പറഞ്ഞിട്ട് കുറേ സീറോ കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതില് വോളിയം തീരെ ഇല്ല. മാർക്കറ്റ് ക്യാപ്പും ഇല്ല, വോളിയവും ഇല്ല. മാർക്കറ്റ് ക്യാപ്പ് കുറച്ചേ ഉണ്ടാവുള്ളൂ, കുറച്ച് ഡോളേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഏകദേശം 50,000-60,000 ഡോളേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. പെപ്പയ്ക്ക് ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, അത്ര ഡോളേഴ്സേ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. ഇതിൽ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും, ബട്ട് മൊമെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കാലങ്ങൾ ഹോൾഡ് ചെയ്യണം. കാലങ്ങൾ ഹോൾഡ് ചെയ്താലേ ഒരു മൊമെന്റ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, ഇതിൽ മൊമെന്റ് ഇല്ലാത്ത കോയിൻസ് ആണ്. വല്ലപ്പോഴൊക്കെ ഒരു മൊമെന്റം കിട്ടി, പോയാ പോയി. അങ്ങനത്തെ കോയിൻസ് ആണ് നെക്സ, പെപ്പെ. അതേപോലെ തന്നെ ഒരുപാട് മീം കോയിൻസ് ഉണ്ട്. ഓക്കെ, മൊമെന്റ് പോലും ഇല്ലാത്ത മീം കോയിൻസ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിന്റെയൊക്കെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ കറൻസി 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 10,000-20,000 കോയിനൊക്കെ നെക്സ കിട്ടും. പെപ്പെ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 10,000-50,000 കോയിൻ കിട്ടും. അങ്ങനത്തെ കോയിൻസ് ആണ് പെപ്പെ എന്ന് പറയുന്നത്. ഓക്കെ, മീം കോയിൻസ് ആണ് എക്സോട്ടിക് കറൻസിയിൽ മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു ഫിനാൻഷ്യൽ കോയിൻ ആണ്, 2 ലെയർ ബ്ലോക്ക് ചെയിൻ കോയിൻ, അങ്ങനെ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ കോയിൻ ആണ് പറയുന്നത്. ഓക്കെ, സോ എക്സോട്ടിക് കറൻസിയിൽ തീരെ വോളിയില്ലാത്ത കോയിൻസ് ആണ്. മീം കോയിൻസ് അധികവും അങ്ങനെ തന്നെയാണ്. വോളിയല്ല, ആർക്കോ വേണ്ടി എന്തോ വേണ്ടി ഉണ്ടാക്കിയിടുന്നു. ഓക്കെ, ഇത് വലിയ പ്രമുഖരുണ്ടാക്കിയിടുമ്പോൾ ഇപ്പോൾ ട്രംപ് കോയിനൊക്കെ കണ്ടില്ലേ, നല്ല വോളിയുണ്ട്. കാരണം എന്താ, അങ്ങേര് ഇപ്പൊ ഭരണത്തിൽ കയറിയത് കൊണ്ട് തന്നെ ട്രംപ് കോയിൻ ഇപ്പൊ നല്ല മൊമെന്റ് ഉണ്ട്. അങ്ങേരൊന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രംപ് കോയിൻ അവിടെ അടി കിടക്കും. പിന്നെ അങ്ങനെ തന്നെയാണ് അതിന്റെ 80% ഓണർഷിപ്പ് ഉള്ളത്. മെലാനി കോയിൻ, ട്രംപിന്റെ വൈഫിന്റെ കോയിൻ, മെലാനി കോയിൻ. അത് ഇപ്പോ 2 ദിവസം മുമ്പ് കണ്ട ലോഞ്ച് ചെയ്തത്. എന്താ ഒരുപാട് കോയിൻസ് ഉണ്ട് കേട്ടോ. സോ നമ്മുടെ 4ാമത്തെ ക്ലാസ്സിന്റെ സെക്കൻഡ് സെക്ഷൻ, അതായത് 4ാമത്തെ ക്ലാസ്സിന്റെ B സെക്ഷനാണ് നമ്മളിപ്പോ ഇവിടെ എടുത്തത്. ഓക്കെ, സോ നമ്മളെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ. ഓക്കെ, അതേപോലെ തന്നെ അറ്റൻഡൻസ് ഇടാൻ മറക്കരുത്. അറ്റൻഡൻസ് മസ്റ്റ് ആണ്. നിങ്ങൾ കമന്റ് ആയിട്ട് അറ്റൻഡൻസ് ഇടുക, എന്നാലേ എനിക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇടാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. നമ്മൾ അടുത്ത വീഡിയോ, അതായത് അടുത്ത സെക്ടർ എന്ന് പറയുന്നത് സ്റ്റോക്കിന്റെ ആണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആണ്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ മറ്റന്നാൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.